ഈ വീഡിയോയുടെ ശബ്ദം നല്ല രീതിയിൽ ആസ്വദിക്കുവാനായി നിങ്ങൾ മൊബൈലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നല്ലൊരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. ടി വിയിലോ മറ്റുമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഹോം തിയേറ്റർ കണക്ട് ചെയ്ത് കാണുക. ഹലോ ഫ്രണ്ട്സ്, പാലക്കാട് ടൈറ്റാനിക് എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് പോയി ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കാണാം. ഹായ്, എന്താണിത്? കടൂർ കുറെ കാലമായി. ഞാനാണ് നിങ്ങളുടെ പാലക്കാട് ആശയം. അവന് മറ്റേ നമ്മുടെ ഇവിടെ പാലക്കാട് ഇല്ലേ, പാലക്കാട് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ ടൈറ്റാനിക് കപ്പൽ കൊണ്ട് നിർത്തിയിരിക്കണേ, അത് കാണാൻ വേണ്ടി വന്നതാണ്. എന്താണ് വിശേഷം? സുഖമല്ലേ? മണ്ടന്മാർ രണ്ടിനും പോയമാരി രണ്ട് ആളുകളധികൾ ഇവിടെ വന്നിട്ടുണ്ടേ, പ്രാന്തന്മാരി. അത് സന്തോഷം തോന്നില്ല. അവിടെ കിടന്ന് തിരിയുണ്ട്, വരുന്നേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവൻ ഞാനായിരിക്കും എന്താ കൂട്ടം കൂടുന്നതേ. അഭിമാരിയൊന്നും കൂട്ടം കൂടാൻ വേണ്ട ശരിയായില്ല. ഞാൻ തന്നെ ഇതിനെപ്പറ്റി കപ്പലിനെ പറ്റി ഒക്കെ പറഞ്ഞുതരാം. ടൈറ്റാനിക് കപ്പൽ എങ്ങനെ മാറുന്നത്, ഇടിച്ചത്, തുഴഞ്ഞത് ഒക്കെ എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും കേട്ടോ. അഭിമാരി വരുന്നേ ഉള്ളൂ, വന്നു തോന്നുന്നു കേട്ടോ. അപ്പം ശരി, പിന്നെ കാണാം. ഓക്കെ. അപ്പോൾ കഥ പറയാം. പിന്നെ ടൈറ്റാനിക് കപ്പലിൽ മൊത്ത കഥയും ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എന്താ പറയുക, സ്കിപ്പ് ചെയ്തൊക്കെ കാണണം കേട്ടോ. അതന്നെ. അവിടെ പൊലം കെട്ടവനെ മൈക്ക് കണ്ട് തന്നിട്ട് പോടാ. നീ എവിടെയും പോയി വീഡിയോ എടുക്ക്. ഞാൻ ഈ മൊക്കിലെ മൊല്ലിൽ ഇരുന്നിട്ട് കുറേ കൂട്ടം കൂടാ മൈക്കിൽ കൂടെ. നീ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതിയെന്ന്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. നമുക്ക് ശരിക്കലത്തെ ടൈറ്റാനിക് കപ്പലിൻ്റെ കഥ നോക്കാം അല്ലേ. അപ്പോഴും മുങ്ങാത്ത കപ്പലാണ് ടൈറ്റാനിക് കപ്പൽ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. എന്നിട്ടോ 1912 ഏപ്രിൽ 15 ഇംഗ്ലണ്ടിലെ സദംപ്ടൺ തുറമുഖത്ത് നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്ന ആദ്യത്തെ പോക്കിൽ തന്നെ കപ്പൽ വലിയൊരു മഞ്ഞുമലയിൽ ഇടിച്ചാണ്ട് പടക്കോന്ന് രണ്ടായി മുറിഞ്ഞാണ്ട് പോയി. 2 മണിക്കൂർ 40 മിനിറ്റും കൊണ്ട് കപ്പൽ മൊത്തം വെള്ളത്തിൽ മുങ്ങിയാണ്ട് പടക്കോന്ന് പോയി. 2224 ആളുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിലെ 1517 ആൾക്കാർ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. പാവങ്ങൾ. എനിക്കിത് കേൾക്കുമ്പോൾ അകർച്ച വരുന്നു. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സപ്തൻ തുറമുഖത്ത് നിന്ന് ന്യൂയോർക്കിലേക്ക് പോകാൻ വേണ്ടി ഈ കപ്പൽ നിൽക്കുമ്പോൾ അത് കാണാൻ വേണ്ടി ഏകദേശം 1,00,000-ലധികം പേരാണ് അവിടെ വന്നത്. എന്തായില്ലേ? അങ്ങനെ അവിടെ നിന്ന് 10-ാം തീയതി ഓടാൻ തുടങ്ങിയ കപ്പൽ 15-ാം തീയതി അറ്റ്ലാന്റിക് കടലിൽ വെച്ചാണ്ട് വലിയൊരു മഞ്ഞുമലയിൽ പോയിട്ട് ഒറ്റ ഇടി ഇടിച്ചു. അങ്ങനെ രണ്ടായി മുറിഞ്ഞാണ്ട് കടലിലാണ് പടക്കോന്ന് പോയി. ആഡംബരം എന്നൊക്കെ പറയില്ലേ, ആഡംബര ജീവിതം, അങ്ങനെയൊക്കെ. ഈ ആഡംബരം പറയുന്നതിനെക്കാട്ടും വലിയൊരു വാക്കുണ്ടെങ്കിൽ ആ വാക്കിനെ ടൈറ്റാനിക് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ടൈറ്റാനിക് കപ്പലിൽ അത്ര ആഡംബരമായിരുന്നു. അതിലില്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. എന്താ ഇല്ലേ? ഇതിൻ്റെ വലിപ്പം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? 269.06 മീറ്റർ നീളവും 28.19 മീറ്റർ വീതിയും 54 മീറ്റർ ഉയരവും ആണ് ഇതിനുള്ളത്. എന്താ ഇല്ലേ? ഇത് ഉണ്ടാക്കാൻ വേണ്ടി പണ്ടുകാലത്ത് ചിലവാക്കിയത് എത്രയാണെന്ന് അറിയോ? $7.5 ദശലക്ഷം. എൻ്റെ അമ്മ. 1909 മാർച്ച് 31 ടൈറ്റാനിക് കപ്പലിൻ്റെ പണി തുടങ്ങിയത്. പണി തീർത്തത് 1911 മാർച്ച് 31. എന്നിട്ട് കടലിൽ കൊണ്ട് ഇറക്കിയതോ 1911 മെയ് 31. ഇത് പുറത്തിറക്കിയ സമയത്ത് ആളുകൾക്ക് പോകാനുള്ളതിലെ ഏറ്റവും വലിയ കപ്പലാണ് ടൈറ്റാനിക് കപ്പൽ. ആ സമയത്ത് ഭൂമിയിലെ ഏറ്റവും വലിയ ചലിക്കുന്ന വസ്തുവാണത് ടൈറ്റാനിക് കപ്പൽ. എന്താ ഇല്ലേ? ടൈറ്റാനിക് കപ്പലിൻ്റെ കനവ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? 8-10 പേര് പിടിച്ചാണ് തള്ളി നിൽക്കാമെന്നൊന്നും വിചാരിക്കണ്ട. 46,328 ടൺ കനവുണ്ട് ഇതിന്. അത് പോരാണ്ട് ഇത് ഓടാൻ വേണ്ടി ഓരോ ദിവസവും 600 ടൺ കൽക്കരി വേണത്. കൽക്കരി കത്തിൻ്റെ ചാരം മാത്രം ഓരോ ദിവസവും 100 ടൺ കടലിലേക്ക് തള്ളിവിടുന്നു. എന്താ? കപ്പൽ പോകുന്നതിന് മുമ്പ് തന്നെ 5892 ടൺ കൽക്കരിയാണ് ടൈറ്റാനിക് കപ്പലിൽ കയറ്റിയത്. എൻ്റെ ദൈവമേ. കൽക്കരി മെഷീനിലേക്ക് വാരിക്കൊട്ടാൻ വേണ്ടി 176 പേർക്ക് പണി കൊടുത്തിട്ടുണ്ട് കപ്പലിൽ. എന്താ അല്ലേ? ടൈറ്റാനിക് പോകുന്നതിന് മുമ്പ് 20,000 കുപ്പി ബിയർ,
1500 കുപ്പി വൈന്, 800 സിഗരറ്റുകൾ ഒക്കെയും കയറ്റിയാണ് പോയിരിക്കുന്നത്. വെറുതെയല്ല മഞ്ഞുമലയിൽ കണ്ണു കാണാണ്ട് പോയി ഇടിച്ചത്. 3547 പേരെ കയറ്റിക്കൊണ്ടു പോകാൻ ഈ കപ്പലിന് പറ്റും. എന്നിട്ടും കപ്പലിൽ കോടീശ്വരന്മാരും കുടിയേറ്റക്കാരും വ്യാപാരികളും സാധാരണക്കാരും എല്ലാം കൂടി 2224 പേരാണ് ഉണ്ടായിരുന്നത്. ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ച് മറിഞ്ഞപ്പോൾ 710 പേരാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്താ ബാക്കി എല്ലാവരും ചത്തുപോയില്ലേ, പാവം. ടൈറ്റാനിക് കപ്പലിൻ്റെ മുഴുവൻ പേര് RMS ടൈറ്റാനിക് എന്നാണ്. ടൈറ്റാനിക് മുങ്ങിയത് എവിടെയെന്ന് അറിയാണ്ട് കുറേ കാലം തേടല്. അവസാനം 1985 ഫ്രഞ്ചിലെ ഇൻസ്റ്റിറ്റ്യൂട്ടും അമേരിക്കയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തിയ തെരച്ചിലാണ് അത് കണ്ടെത്തിയത്. 1997 ഡിസംബർ 19 ടൈറ്റാനിക് എന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ടൈറ്റാനിക്കിനെ കുറിച്ചൊക്കെ അറിയുന്നത് ഇല്ലേ. ടൈറ്റാനിക് കപ്പലുണ്ടാക്കാൻ വേണ്ടി വന്ന ചെലവിനേക്കാൾ എത്രയോ കൂടുതലാണ് ടൈറ്റാനിക് എന്ന സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ചെലവാക്കിയത്. പിന്നെ ടൈറ്റാനിക് കപ്പലിൽ 4 പുകക്കോഴിൽ കാണില്ലേ, അതിൽ ഒരെണ്ണം വെറുതെ ചന്തത്തിന് വേണ്ടി മാത്രം വെച്ചാണ്, അതിൽ പുകയൊന്നും വരില്ല. ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ. ടൈറ്റാനിക് മുങ്ങുന്നതിന് 14 വർഷം മുമ്പ് മോർഗൻ റോബർട്ട്സൺ എന്ന നോവലിസ്റ്റ് ന്യൂയോർക്കിലേക്കുള്ള ഒരു കൂറ്റൻ ആഡംബര കപ്പൽ വടക്കേ അറ്റ്ലാന്റിക്കിൽ മുങ്ങിത്താഴുന്ന കഥ എഴുതി വച്ചിട്ടുണ്ടവേ. ആ നോവലിൻ്റെ പേരെന്തെന്നറിയോ? ടൈറ്റൺ. Good, I got this stuff. You already switch. Switch to play. I got this at the Mauer Woodstock, behind Red Alone. Go in and she's on the left. ടൈറ്റാനിക് കപ്പലിൽ ഏറ്റവും തിരക്ക് പിടിച്ച് കിടന്നത് വയർലെസ് മുറിയിലാണ്. കപ്പലിൽ പോയവർക്കൊക്കെ സന്ദേശം അയക്കാനും സ്വീകരിക്കാനും ഒക്കെ പറ്റും. ഇവിടെ മാർക്കോണി വയർലെസ് കമ്പനിയുടെ 2 പേരായിരുന്നു അവിടെ വയർലെസ് ഓപ്പറേറ്റർമാരായി ഉണ്ടായിരുന്നത്. അന്ന് രാവിലെ തന്നെ കടലിൽ മഞ്ഞുപാളി ഉണ്ട് എന്ന് മുന്നറിയിപ്പ് കിട്ടിക്കൊണ്ടിരുന്നു. കപ്പിത്താൻ്റെ മുറിയിൽ ഈ സന്ദേശങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു. അയാളത് ഓഫീസർക്ക് കൊടുത്തു. നൂർഡാം എന്നൊരു കപ്പലും ഇതുപോലെ ഒരു മുന്നറിയിപ്പ് ടൈറ്റാനിക്കിന് അയച്ചു കൊടുത്തു. എന്നാലോ ടൈറ്റാനിക്കിൻ്റെ സ്പീഡ് കുറയ്ക്കാണ്ട് ആ പാവിക്കാലന്മാർ സ്പീഡ് കൂട്ടുകയാണ് ചെയ്തത്. അന്നാണെങ്കിലോ വേറെ ദിവസങ്ങളിലേക്കാൾ നല്ല മോഡൽ മഞ്ഞ്, ഒന്നും വ്യക്തമായി കാണാനും പറ്റുന്നില്ല. അപ്പോഴേക്കും പെട്ടെന്ന് കപ്പൽ മഞ്ഞുപാളിയിൽ ഒരറ്റിടി നല്ല സ്പീഡിൽ വന്ന് ഇടിച്ച കാരണം 300 അടി നീളത്തിലാണ് തുളച്ച് കയറിയേ പോയി. കപ്പലിൻ്റെ അടിഭാഗമൊക്കെ പൊളിഞ്ഞേ പോയി. അതിൽ 16 അറകളിൽ 5 അറകളും പൊളിഞ്ഞു. ബാക്കി എല്ലാത്തിലും വെള്ളം കയറാനും തുടങ്ങി. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുവിലാണ് ഈ സംഭവം നടന്നത്. ആൾക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ലൈഫ് ബോട്ടുകൾ ഇറക്കി കൊടുത്തെങ്കിലും ആൾക്കാർ അതിൽ കയറാണ്ട് അതിനേക്കാൾ നല്ലത് കപ്പൽ തന്നെ പറഞ്ഞിട്ട് കപ്പലിൽ തന്നെ നിന്നു. കപ്പലിലുണ്ടായിരുന്ന ലൈഫ് ബോട്ടുകളിൽ 1178 പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. കപ്പലിലാണെങ്കിൽ 2224 പേരും. എന്നാലോ 705 പേര് മാത്രമാണ് ലൈഫ് ബോട്ടിൽ കയറിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. കപ്പലിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയതോടെ കപ്പലും വേഗത്തിൽ കടലിനുള്ളിലേക്ക് മുങ്ങാൻ തുടങ്ങി. പെൽച്ചിക്ക 1:55 18ാമത്തെ ലൈഫ് ബോട്ടും കടലിലേക്ക് ഇറക്കുമ്പോൾ 15 അടി മാത്രമേ ലൈഫ് ബോട്ടിനെ താത്തേണ്ടി വന്നുള്ളൂ. കാരണം കപ്പൽ അത്രയ്ക്ക് മുങ്ങിക്കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പെൽച്ചിക്ക 2:05
ഒടുക്കത്തെ ലൈഫ് ബോട്ടും കടലിലേക്ക് ഇറക്കി. അങ്ങനെ ടൈറ്റാനിക് കപ്പൽ മുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. 2:17 ടൈറ്റാനിക് കപ്പൽ മൊത്തത്തിലാണ്ട് കടലിനുള്ളിൽ പോയി.